സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴ. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് കൂടുതൽ മഴ സാധ്യത. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ട്രാൻസ്ജെൻഡർ അവന്തികയുടെ ആരോപണത്തെ നേരിടാൻ കോൺഗ്രസ് അനുകൂല ട്രാൻസ്ജെൻഡറുകൾ രംഗത്ത്. അവന്തികയുടെ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. സ്റ്റേജ് പരിപാടിക്കിടെ ഹൃദയാഘാതം മൂലം കുഴഞ്ഞു വീണ് നടനും അവതാരകനുമായ രാജേഷ് കേശവ് അതീവ ഗുരുതരനായി. ഞായറാഴ്ച രാത്രി കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന പരിപാടിക്കിടെയാണ് രാജേഷ് കുഴഞ്ഞു വീണത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറിനെതിരെ പീഡന പരാതിയുമായി യുവതി രംഗത്ത്. പാലക്കാട് സ്വദേശിയായ യുവതി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനാണ് പരാതി നൽകിയത്. തോട്ടപ്പള്ളിയിൽ ഹംലത്ത് എന്ന 60-കാരിയുടെ കൊലപാതകത്തിൽ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയ അബൂബക്കറിന് ജാമ്യം. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അബൂബക്കറിനെതിരായ കൊലക്കുറ്റം ഒഴിവാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ നായകൻ മൈക്കൽ ക്ലാർക്കിന് അർബുദം. ചർമ്മ അർബുദം പിടിപെട്ടുവെന്നും ഇത് ആരംഭത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചുവെന്നും അദ്ദേഹം ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചു. താമരശ്ശേരി ചുരത്തിൽ വീണ്ടും മണ്ണിടിഞ്ഞു. കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീണ കല്ലും മണ്ണും നീക്കുന്നതിനിടെയാണ് ഇന്ന് വീണ്ടും മണ്ണിടിഞ്ഞത്. നിലവിൽ ആംബുലൻസുകൾ മാത്രമാണ് ചുരത്തിലൂടെ കടത്തിവിടുന്നത്. വടകരയിലെത്തിയ ഷാഫി പറമ്പിൽ MPയുടെ വാഹനം തടഞ്ഞ് DYFI പ്രവർത്തകർ. അസഭ്യം പറഞ്ഞ DYFIക്കാരെ ചോദ്യം ചെയ്ത് കാറിൽ നിന്നിറങ്ങി ഷാഫി പറമ്പിൽ. രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം നൽകുന്നുവെന്നാരോപിച്ചായിരുന്നു MPയെ തടഞ്ഞത്. ഭൂപതിവ് നിയമ ഭേദഗതിയിലെ ചട്ടങ്ങൾക്ക് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. ഇനി സബ്ജക്ട് കമ്മിറ്റി കൂടി ഇത് പരിഗണിക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും റവന്യൂ മന്ത്രി K രാജനും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.